പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഒരുപക്ഷെ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടാവാം. ഞാൻ യൂട്യൂബിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നോക്കിയില്ല. എന്തായാലും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് ആയിട്ടുള്ള ശ്രീമാൻ ഫെനി നൈനാൻ എന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ അയാളെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാൻ അയാളെക്കുറിച്ചിട്ട് അധികമായിട്ടൊന്നും കേട്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിശ്വസ്തൻ, ഒരു സുഹൃത്താണ് എന്നറിയാം. അയാളുടെ കൂടെ ഏതോ കേസിലൊക്കെ പ്രതിയാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ ഫെനി നൈനാൻ എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വ്യാപകമായിട്ടുള്ള ജനശ്രദ്ധ നേടുന്നു എന്നതാണ്. അയാൾ കഴിഞ്ഞ കുറച്ച് കാലമായി അയാൾ ഫേസ്ബുക്കിലുണ്ട്. ആ ഫേസ്ബുക്കിലൊക്കെ ഞാനിപ്പോൾ നോക്കുമ്പോൾ അയാളുടെ ഒരു സതീശനുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റിന് 276 ലൈക്ക്, വേറൊരു പോസ്റ്റിന് 803 ലൈക്ക്, വേറൊന്നിന് 603, വേറൊന്നിന് 806. ഈ നിലയിലൊക്കെയാണ് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ലൈക്ക് ഞാൻ കണ്ടുകൊടുക്കുന്നത്. എന്നാൽ പൊടുന്നനെ ഒരു 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഈ ഫെനി നൈനാൻ എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ ഇട്ട പോസ്റ്റുകളുടെ ലൈക്കിൽ ഉണ്ടായിട്ടുള്ള അത്യസാധാരണമായിട്ടുള്ള ഒരു വർധന, അത് സത്യം പറഞ്ഞാൽ എന്നെ ആകെ ഞെട്ടിച്ച് കളഞ്ഞു എന്നെനിക്ക് തോന്നുന്നു. അത് പ്രധാനമായും 4 പോസ്റ്റുകളാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. അതിൽ 2 ദിവസം മുമ്പിട്ടൊരു പോസ്റ്റിന് 10,400 ലൈക്ക്, അതിനുശേഷം ഇട്ട പോസ്റ്റിന് 11,500 ലൈക്ക്, അതിനുശേഷം ഇട്ട പോസ്റ്റിന് 18,600 ലൈക്ക്, അതിനുശേഷം ഇട്ട പോസ്റ്റിന് 28,000 ലൈക്ക്. അതിന് മുമ്പിട്ടതൊക്കെ ഞാൻ പറഞ്ഞല്ലോ 200 ചില്ലാനം 800 എന്നൊക്കെ പറഞ്ഞ നിലയിൽ നിന്നാണ് 10,000 നിന്ന് തുടങ്ങി 28,000 ലൈക്കിലേക്ക് വരെ എത്തിയത്. അതിൻ്റെ കമൻറ്റ്, അതിൻ്റെ ഇതൊന്നും ഷെയർ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരനിട്ട ഈ 4 പോസ്റ്റുകൾക്ക് ഇത്രയധികം പ്രാധാന്യം ഉണ്ടായത്? ഒരു പക്ഷേ എനിക്കറിയില്ല, അത് പ്രൊമോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എതിരാളികളൊക്കെ പറയാമായിരിക്കുമെങ്കിൽ പോലും 500-600 ലൈക്കിൽ നിന്ന് 10,000 വരികയും 10,000 28,000 വർദ്ധിക്കുകയും ചെയ്യും. അത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം എന്താ, ആ 4 പോസ്റ്റുകളും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉയർന്ന ഈ 3ാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ് അയാൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കൈകാര്യം ചെയ്തത്. ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. അതിൽ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് 10,000 ലൈക്ക് കിട്ടിയത് ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3ാമതൊരു പരാതി വന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ട് ദിവസങ്ങളായി. പരാതിക്കാരിയായ സ്ത്രീ അതിജീവിതയെപ്പറ്റി ഒരു വിവരങ്ങളും സ്വാഭാവികമായി ആർക്കും അറിയാൻ കഴിയില്ലല്ലോ, എനിക്കും അതിനെപ്പറ്റി അറിയില്ല. എന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന വിവാഹിതയായ ഒരു സ്ത്രീയാണെന്നും അവർ എനിക്ക് KSU പരിപാടിക്ക് പണം തന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചു. അവർ എനിക്ക് പണം തന്നിട്ടുണ്ട്, അങ്ങനെ ഒരു സ്ത്രീ KSU പരിപാടിക്ക് പണം തന്നിട്ടുണ്ട്, 5,000 രൂപയാണ് തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്നത് വിവരം എനിക്ക് അതിശയകരമായി തോന്നി. അതിൻ്റെ കാരണമായിട്ട് ഈ ഫെനി നൈനാൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറയുന്നത്, ഈ അതിജീവിത ഫെനി നൈനാനോട് 2025 നവംബർ വരെ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, 3ാമത്തെ പരാതി വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള മാധ്യമ വിചാരണ നടന്നു. ഇതിൽ സത്യമറിയാമെന്ന ഞാൻ അത് മുഖ്യധാരാ മാധ്യമങ്ങളിലെ ചിലരോട് പങ്കുവച്ചു. പക്ഷെ അവരാരും അത് കൊടുക്കാൻ തയ്യാറായില്ല. അത് അവരുടെ അജണ്ടയ്ക്ക് പറ്റുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് അത് വാർത്തയല്ലാതെ. 2ാമത് വന്ന പരാതിയിൽ രാഹുൽ MLA ഒരു പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ചത് ഞാനായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ മാധ്യമങ്ങളിൽ പറഞ്ഞതാണ് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്ന്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു, പക്ഷേ എന്നെ അറസ്റ്റ് പോലും ചെയ്തില്ല. വളരെ നിർണായകമായ കാര്യം അദ്ദേഹം പറയുക. അതായത് ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ എത്തിച്ചു കൊടുത്തു എന്നുള്ളത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു കുറ്റമല്ലേ? ഒരു തെളിവും ഇല്ലാത്തതുകൊണ്ടാണ് തന്നെ അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്നുള്ളത് ഉറപ്പാണല്ലോ അദ്ദേഹം പറയാം. ഏതെങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തോ അദ്ദേഹം ചോദിക്കുകയാണ്.
കാരണം ബലാത്സംഗം ചെയ്തതിന് കൂട്ടിക്കൊണ്ടുപോയി കൊടുത്തു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള പരാതിയാണ്. അതിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഏതെങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു? അദ്ദേഹം ചോദിക്കുക. ധാർമ്മികമായി MLA തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വിധിക്കാൻ ഞാൻ ആളല്ല. എന്നാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കെതിരായ ഒരു കുറ്റവും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഫെനി നൈനാൻ്റെ ഒരു വാദം. എന്തായാലും മാധ്യമങ്ങൾ അവരുടെ അജണ്ട വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ, കല്ലെറിയുന്നവർ കല്ലെറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യത്തെ പോസ്റ്റ്. ആ പോസ്റ്റിനാണ് 10,400 ലൈക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണല്ലോ. അവരെ തനിക്ക് കേസിൻ്റെ ഒരു പരിപാടിക്ക് പൈസ തന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം അവരെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന സമയത്തുമൊക്കെ അവർ ഫെന്നി നൈനാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ പരാതിയുടെ ഭാഗമായി ബലാത്സംഗ കേസിൽ ബലാത്സംഗം ചെയ്യാൻ ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് കൊടുത്തത് താനാണെന്ന് പറഞ്ഞു. പക്ഷേ തന്നെ അറസ്റ്റ് ചെയ്തില്ല. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് അയാൾ ചോദിക്കുന്നു. അതുപോലെ തന്നെ ഈ വിഷയങ്ങൾ താൻ മാധ്യമങ്ങളോട് പങ്കുവെച്ചെങ്കിലും അവർക്ക് അവരുടെ അജണ്ടയ്ക്ക് അനുസൃതമായിട്ടല്ലായിരുന്നുകൊണ്ട് ഇത് അവർക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞ ആ പോസ്റ്റാണ് പൊടുന്നനെ 200-300 എന്നുള്ളതിൽ നിന്ന് 10,000-ലേക്ക് കയറിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ കാര്യം ഈ വിശ്വാസയോഗ്യമാണ് എന്നതുകൊണ്ടായിരിക്കണമല്ലോ അത്രയും ലൈക്കിലേക്ക് കടന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പോസ്റ്റ് നമ്മൾ നോക്കൂ. ആ രണ്ടാമത്തെ പോസ്റ്റ് 11,500 ലൈക്കാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കണം. രാഹുൽ MLAയുടെ വിഷയത്തിൽ എൻ്റെ പേര് പരാതിയിൽ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ സ്പേസ് തരാത്തിരുന്നപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെ പറഞ്ഞു. ഒരു കാര്യത്തിൻ്റെ രണ്ട് വശവും പറയാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾക്ക്. എന്നിട്ട് അദ്ദേഹം തന്നെ ആക്രമിച്ചതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ചതിൻ്റെ അവസാന കാലത്ത്, ഈ അതിജീവിത തന്നോട് സംസാരിച്ചതിൻ്റെ അവസാന കാലത്ത്, അതായത് 2 മാസം മുമ്പ് രാഹുൽ MLAയെ കാണാൻ പരാതിക്കാരി പലവട്ടം തന്നോട് അവസരം ചോദിച്ചിരുന്നു ഫെനി നൈനാൻ പറയും. പലപ്പോഴും ആ അവസരം ഒഴിവാക്കാൻ നോക്കി. നിർബന്ധം സഹിക്കാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ അത് പോരാ, സ്വകാര്യത വേണമെന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ലെന്നും അവർ പറഞ്ഞു. രാഹുൽ MLAയുടെ ഫ്ളാറ്റിൽ കാണാമെന്നും 3-4 മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി എന്നോട് പറഞ്ഞു. ഫ്ളാറ്റിൽ രാത്രിയാണെങ്കിലും മതി എന്നവർ പറഞ്ഞു. ഫ്ളാറ്റിൽ അസൗകര്യമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ഡ്രൈവ് പോകണമെന്നും MLA ബോർഡ് വെച്ച വണ്ടി വേണ്ട എന്നും അവർ വരുന്ന വണ്ടി മതി എന്നും അവർ എന്നോട് പറഞ്ഞു. ആലോചിച്ച് നോക്കണത് ഇത് അറിയാലോ. അവർ പറഞ്ഞ പരാതിയൊക്കെയായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാവും. 2024 ഏപ്രിലിൽ തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ആളിനെ 2025 ഒക്ടോബറിൽ ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ്, സേഫ് പ്ലേസ്, നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്നും അവർ പറഞ്ഞതിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അവർ പറഞ്ഞത് അറിയാവുന്നതുകൊണ്ടാണ് അവർ ബലാത്സംഗ പരാതി പറഞ്ഞത് അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞത്. അതായത് 2024 തന്നെ ക്രൂരമായി തിരുവല്ലയിൽ ഒരു ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നും തന്നെ മാന്തിപ്പറിച്ചെന്നും ശരീരമാസകലം പരിക്കേൽപ്പിച്ചെന്നും തന്നെ തുപ്പിയെന്നും താൻ ഗർഭധാരണം നടക്കുന്ന സമയത്ത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ചെയ്തു എന്നും ഒക്കെ പറഞ്ഞ ഈ വനിത അത് പറഞ്ഞത് അത് നടന്നതായി അവർ പറയുന്നത് 2024 ഏപ്രിലാണെങ്കിൽ 2025 ഒക്ടോബറിൽ ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ്, എനിക്ക് അയാളുടെ ഫ്ലാറ്റാണ് താല്പര്യം, സേഫ് പ്ലേസ്, സുരക്ഷിതമായ സ്ഥലം, നൈറ്റ് ആയാലും കുഴപ്പമില്ല, രാത്രി ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് അത്ഭുതകരമല്ലേ എന്നാണ് അതിൽ ചോദിക്കുന്നത്. 2024 3 മണിക്കൂർ ബലാത്സംഗം ചെയ്തയാളെ 2025 ഒക്ടോബറിൽ അതേ 3 മണിക്കൂർ ഒറ്റയ്ക്ക് കാണണം എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്. വളരെ സെൻസിബിൾ അല്ലേ സുഹൃത്തെ ഈ ചോദ്യം? എല്ലാവർക്കും ബോധ്യമാകാൻ വേണ്ടി ഞാൻ ആ സ്ക്രീൻഷോട്ടുകളിലൂടെ പങ്കുവയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ക്രീൻഷോട്ടുകൾ അദ്ദേഹം പങ്കുവെക്കുന്നു. അതിൻ്റെ ഇടയിൽ അദ്ദേഹം പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നു, സ്ക്രീൻഷോട്ടുകളിലോ എഴുത്തിലോ കേസിലെ പരാതിക്കാരി അതിജീവിതയുടെ പേരോ ചിത്രമോ മേൽവിലാസമോ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള മെസ്സേജോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറയും. ആ പോസ്റ്റ് 10,000-ൽ നിന്ന് 11,500-ലേക്ക് ആ പോസ്റ്റിൻ്റെ ലൈക്ക് കൂടുന്നു. അത് കൂടി എന്തുകൊണ്ടാണെന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. കാരണം ഇതിനകത്തുള്ള വൈരുദ്ധ്യം, ഇതിനകത്തുള്ള സത്യം, അവരയച്ച ഫേസ്ബുക്ക് പോസ്റ്റ്, ഇതെല്ലാം അയാൾ വിശദമായി പറയുകയാണ്. 2024 തന്നെ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞ ആള് 2025 തന്നോട് ഒറ്റയ്ക്ക് ഒരു മുറിയിൽ വരാം, ഒറ്റയ്ക്ക് ഒരുമിച്ചിരിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ യുക്തി എന്താണ് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇനി തൊട്ട് പിറ്റേത്തെ അടുത്ത ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ 18,600 ലൈക്ക്. അയാൾ പറയുന്നതാണ്, രാഹുൽ MLAക്കെതിരായിട്ടുള്ള കേസിൽ പരാതിക്കാരിയെ ആക്ഷേപിച്ചു എന്ന പേരിൽ എനിക്കെതിരെ കേസെടുത്തു. അയാൾക്കെതിരെ പരാതിക്കാരിയെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്തു. പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഗുരുതരമായ കുറ്റമാണ് എന്ന് എനിക്കറിയാം. ഞാൻ ഒരു രീതിയിലും അത് ചെയ്തിട്ടില്ല. ഇനി ചാറ്റ് പുറത്തുവിട്ടതിനാണ് കേസെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ കുറേ ചാറ്റുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടല്ലോ, അവർക്കെതിരെ എന്താണ് കേസെടുക്കാത്തത്? കാരണം ഇതിനു മുമ്പത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഞാനൊന്നും ഒരു ഐഡന്റിറ്റിയും പുറത്തുവിടുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും അയാൾക്കെതിരെ കേസെടുത്തു.
അത് ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് ഗൗരവതരമായ കുറ്റമാണെന്ന് എനിക്കറിയാം. പക്ഷേ അവർ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ചാറ്റുകൾ ഒരുപാട് മാധ്യമങ്ങളിൽ വന്നല്ലോ. അവർക്കെതിരെ എന്താണ് കേസെടുക്കാത്തത് എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. എന്തായാലും കേസിനെ നിയമപരമായി നേരിടും. ഈ വിഷയത്തിൽ നിയമലംഘനം നടത്തിയിട്ടില്ല എന്ന ബോധ്യമുണ്ട്. അത് പറയുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമീപിക്കുന്നുണ്ട്. ഇപ്പോൾ ഹൈക്കോടതി അയാൾ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അവസാനം അയാൾ ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ എത്ര കേസെടുത്താലും ഞാൻ എൻ്റെ പോസ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2 ചോദ്യങ്ങൾ അയാൾ ചോദിക്കുന്നു. ഒന്ന്, രണ്ടാമത്തെ കേസിൽ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ വാഹനത്തിൽ ഹോം സ്റ്റേയിൽ എത്തിച്ചു നൽകിയ എന്നെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല? കാരണം രണ്ടാമത്തെ പരാതിയിൽ ബലാത്സംഗം ചെയ്യാൻ തന്നെ ഹോം സ്റ്റേയിൽ എത്തിച്ചത് ഫെന്നി നൈനാനാണെന്ന് പറയുന്നുണ്ടല്ലോ. ആ കേസിൽ തന്നെ ചോദ്യം ചെയ്തെങ്കിലും പോലീസ് എന്തുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്തില്ല? അത് ഗുരുതരമായൊരു കുറ്റമല്ലേ? എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? ചോദ്യം. 2024 ഏപ്രിലിൽ ബലാത്സംഗം ചെയ്തതെന്ന് പരാതി നൽകിയ 3ാമത്തെ കേസിലെ പരാതിക്കാരി എന്തുകൊണ്ട് ബലാത്സംഗം നടന്ന് 18 മാസങ്ങൾക്ക് ശേഷവും ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ് സേഫ് പ്ലേസ്, നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇതാണ് അയാളുടെ 3ാമത്തെ പോസ്റ്റ്. ആ പോസ്റ്റിനാണ് 18,600 ലൈക്ക്. ഇപ്പോൾ 10,000-ൽ നിന്ന് 11,000, 11,000-ൽ നിന്ന് 18,000. അത് എന്തുകൊണ്ടാണ്? അത് ആ പോസ്റ്റുകളിലെല്ലാം തന്നെ വിശ്വാസ്യത പൊടുന്നനെ വർദ്ധിച്ച് വന്നതുകൊണ്ടാണ് അത് 18,000-ലേക്ക്. ഇനി 4ാമത്തെ പോസ്റ്റ് നമ്മൾ നോക്കൂ. അത് 28,000 അതിൻ്റെ ലൈക്ക്. നമ്മളത് ഓർത്തോണം. അതിലയാൾ പറയുന്നത് എന്താണ്? എനിക്കെതിരെ സൈബർ പോലീസ് കേസെടുത്തിരുന്നു. പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് കേസ്. ജാമ്യമില്ലാത്ത വകുപ്പുകളും FIR-ലുണ്ട്. എൻ്റെ പോസ്റ്റുകൾ വായിച്ചവർക്ക് മനസ്സിലാവും ഞാൻ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയോ അവരെപ്പറ്റി അശ്ലീല പരാമർശം നടത്തുകയോ ചെയ്തിട്ടില്ല. ഞാൻ വായിച്ചല്ലോ, അതിൽ നിന്ന് വളരെ വ്യക്തമാണ് അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കേസ് വന്നതുകൊണ്ട് പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ്. ഇന്നലെ ഞാനിട്ട പോസ്റ്റിൽ പരാമർശിച്ച പോലെ കേസിനെ നേരിടും. ജാമ്യത്തിനായി കോടതിയെ സമീപിക്കും. FIR-ന്റെ നിയമസാധ്യത ചോദ്യം ചെയ്ത് ഹൈക്കോടതി സമീപിച്ചു കഴിഞ്ഞു. തലയും വാലുമില്ലാത്ത ചാറ്റുകളല്ല ഞാൻ പുറത്തുവിട്ടത്. അവരുമായി ആദ്യം മുതൽ സംസാരിക്കുന്ന ചാറ്റുകൾ കൈവശമുണ്ട്. അതെല്ലാം അഭിഭാഷകരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചാനലിൽ ഇന്ന് പരാതിക്കാരെ പുറത്തുവിട്ട സന്ദേശത്തിൽ എന്നോട് സ്നേഹത്തോട് പറഞ്ഞതുപോലെ ഫെന്നി നൈനാൻ പറയുകയാണ്, ഫെന്നി നൈനാൻ പേടിച്ചിട്ടുമില്ല, പിന്നോട്ടുമില്ല. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചിട്ടുള്ള വിഷയങ്ങൾ വ്യാപകമായി ചർച്ച വന്നാൽ നമുക്ക് മനസ്സിലാക്കാം. അയാൾ MLA ആണ്, അയാളാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രതി, ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഫെന്നി നൈനാൻ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സുഹൃത്ത് മാത്രമാണ്. ആ സുഹൃത്തായിട്ടുള്ള ഫെന്നി നൈനാൻ സാധാരണഗതിയിൽ പോസ്റ്റിൽ ഇടുമ്പോൾ 500, 600, 700, 800 ഒക്കെയാണ് ലൈക്കെങ്കിൽ അയാൾ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ തൻ്റെ നിലപാട് അസന്നിഗ്ധമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിക്കൊണ്ട് ഈ പരാതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ട് അതിശയകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് പുറത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇട്ട 4 പോസ്റ്റുകളുടെ ലൈക്ക് 10,000, 11,000, 18,000, 28,000. ആലോചിച്ച് നോക്കണം നമ്മൾ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ജനങ്ങൾ മൊത്തമായി മനസ്സിലാക്കണം. അയാളെ എടുത്തിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുന്ന, അയാളുടെ മനുഷ്യാവകാശ ലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്ന, അയാളെ ചീമുട്ട എറിയുന്ന, അയാളെ ആക്രമിക്കാൻ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന പോലീസും ഭരണകൂടവും ഭരണപക്ഷവും എല്ലാം ഇത് കാണണം. എന്തുകൊണ്ടാണ് ഈ ഫെന്നി നൈനാൻ്റെ പോസ്റ്റിന് ഇത്രയേറെ ആധികാരികതയും ഇത്രയേറെ വിശ്വാസ്യതയും ഉണ്ടാവുന്നത്? അയാൾ പറയുന്നത് വസ്തുതയാണ്. അയാൾ ഇതിലെ വൈരുദ്ധ്യങ്ങളാണ് പുറത്തു കാണിക്കുന്നത്. അയാൾ തന്നോട് പോലീസ് കാണിക്കുന്ന മനുഷ്യാവകാശ ലംഘനം പുറത്തു പറയുകയാണ്. അതുകൊണ്ടാണ് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് ഇത്ര പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഇത് മനസ്സിലാക്കണം. നമ്മൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ അയാളോട്, ആ MLA-യോട് രാഷ്ട്രീയ പാർട്ടികൾ, കക്ഷിഭേദമന്യുള്ള രാഷ്ട്രീയ പാർട്ടികൾ, പോലീസ്, ഭരണകൂടം അവരൊക്കെ എടുക്കുന്ന സമീപനം എത്ര തെറ്റാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ആർക്കും അറിയാത്ത ഫെന്നി നൈനാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അയാളുടെ പോസ്റ്റുകൾക്ക് ഇത്രയധികം ആധികാരികതയും വിശ്വാസ്യതയും വർദ്ധിക്കാനിടയായ സാഹചര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറുപ്പക്കാരനോട് എടുക്കുന്ന തെറ്റായ സമീപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിച്ഛേദമാണ്. ഇത് പറയുമ്പോൾ 1-2 കാര്യങ്ങൾ കൂടി എനിക്ക് പറയണം ഈ വീഡിയോ അവസാനിപ്പിക്കും. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നയാളല്ല. രാഹുൽ മാങ്കൂട്ടം സ്ത്രീകളോട് എടുത്തിട്ടുള്ള സമീപനം പൂർണ്ണമായി ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുമല്ല. രാഹുൽ മാങ്കൂട്ടം സ്ത്രീകളോട് എടുക്കുന്ന സമീപനം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുമല്ല. ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു രാഷ്ട്രീയ നേതാവിന് ഏത് സ്ത്രീയുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പറയുന്ന വാദത്തോടും ഞാൻ യോജിക്കുന്നയാളല്ല. പക്ഷേ അത് യോജിക്കാതിരിക്കുന്ന സാഹചര്യത്തിലും അയാൾക്കെതിരെ ഉയർത്തിക്കൊണ്ടിരുന്ന കേസുകൾ കെട്ടിച്ചമച്ച കേസുകളാവരുത്. അയാൾക്കെതിരെ ഉയർത്തിക്കൊണ്ടിരുന്ന കേസുകൾ സത്യസന്ധമാകണം, തെളിവുകളുടെ അടിസ്ഥാനത്തിലാവണം, ശരിയുടെ അടിസ്ഥാനത്തിലാവണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടും എന്ന് ഉറപ്പ് വരുത്തണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അയാൾക്കെതിരെ കേസുകൾ കെട്ടിപ്പോകുന്നു. ആ കേസുകളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തള്ളിപ്പോകുന്നു. അയാൾക്ക് സമൂഹത്തിൽ വലിയ വിശ്വാസ്യത വരുന്നു.
അയാൾ സമൂഹത്തിൻ്റെ ആരാധ്യ പുരുഷനായി മാറുന്നു. ഇതിലൂടെ എന്താ സംഭവിക്കുന്നത്? ഇതിലൂടെ സംഭവിക്കുന്നത് ഭരണകൂടത്തിൻ്റെയും ഇടത് വലത് മുന്നണികളുടെയും ചെലവിൽ അയാൾ പ്രശസ്തനാവും. ആത്യന്തികമായി എന്താ സംഭവിക്കുന്നത്? ഇയാൾ വലിയ തെറ്റുവല്ലം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളിൽ നിന്നെല്ലാം ഇയാൾ രക്ഷപ്പെട്ടു പോകുന്നു. ഇയാൾ യഥാർത്ഥത്തിൽ സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ഇയാൾ യഥാർത്ഥത്തിൽ സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകുറ്റങ്ങളിൽ നിന്നെല്ലാം ഇയാൾ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ആ രക്ഷപ്പെട്ടു പോകാനുള്ള കാരണം ഇയാൾക്കെതിരായിട്ടുള്ള കേസുകൾ കെട്ടിപ്പൊക്കുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇങ്ങനെ കെട്ടിപ്പോക്കുന്നത് കൊണ്ട് ഒന്ന്, തെറ്റ് ചെയ്ത ഇയാൾ രക്ഷപ്പെട്ടു പോകുന്നു. യഥാർത്ഥത്തിൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ രക്ഷപ്പെട്ടു പോകുന്നു, കാരണം കേസുകൾ കെട്ടിപ്പോകുന്നു. രണ്ട്, അയാൾ കുറ്റാരോപിതൻ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അയാളൊരു അക്യൂസ്ഡ് മാത്രമാണ്, കുറ്റാരോപിതൻ മാത്രം. അയാളൊരു കൺവിക്റ്റ് അല്ല, അയാളൊരു കുറ്റവാളിയല്ല. അയാൾക്കെതിരെ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. ആരോപണങ്ങൾ ഉള്ളപ്പോൾ അയാളെ ചീമൂട്ടയെറിയുന്നതും അയാളെ ആക്രമിക്കാൻ നിർത്തിക്കൊടുക്കുന്നതും അയാളോട് മനുഷ്യാവകാശ ലംഘനം കാണിക്കുന്നതും അയാളോട് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി അയാളെ അറസ്റ്റ് ചെയ്യുന്നതുമൊക്കെ തീർത്തും തെറ്റാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തും ആർക്കും അറിയാൻ കഴിയാത്ത ഫെന്നി നൈനാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ പോസ്റ്റിന് പൊടുന്നനെ 10,000, 11,000, 18,000, 28,000 ഒക്കെ ലൈക്ക് വരുന്നത് എന്ന് ഇവിടുത്തെ ഭരണകൂടം, ഇവിടുത്തെ ഭരണകക്ഷി, ഇവിടുത്തെ പ്രതിപക്ഷം ഇവരെല്ലാവരും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്.